ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ പരിപാടികളൊന്നുമില്ല. ഉച്ച കഴിഞ്ഞ് നമുക്ക് 2 ബേബി ഷൂട്ടുണ്ട്. ഒരെണ്ണം കായംകുളത്തും ഒരെണ്ണം ഹരിപ്പാടുമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പോകണം. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും അങ്കുശ് വരും. അങ്കുശ് വന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടി പരിപാടിക്ക്. ഓക്കെ, അപ്പം നമുക്ക് രാവിലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കണം. പശു വരുന്നു. അപ്പോൾ നമുക്ക് കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, കഴിച്ചിട്ട് വെറുതെ ഇരിക്കണം. വെറുതെ ഇരുന്നിട്ട് ഉച്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാം. പോകാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉച്ചയ്ക്കത്തെ ഷൂട്ട് ക്യാൻസൽ ആയിരുന്നു, അവർക്ക് നാളെ മതി എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം 4 മണിക്ക് ഷൂട്ട്, വൈകുന്നേരത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ അനുക്കുട്ടി എന്നോട് വരുന്നു പറഞ്ഞു. അങ്കുശ് അഖിലിൻ്റെ വീട്ടിൽ ഇരിക്കുവാണ്. അപ്പോൾ അങ്കുശിനെ ചെന്ന് അഖിലിൻ്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് കാണാം. അനന്തവരി സാധനങ്ങളും ക്യാമറയൊക്കെ എടുക്കാനായിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പത്തേക്കും നമുക്ക് കാറ് കയറി ഇരിക്കാം. ഓക്കെ, അനന്തവരി വന്നിട്ടുണ്ട്. നമുക്കപ്പം പോവാം. തുറക്ക്. സോ അപ്പൊ നമുക്ക് പോയാലോ? പോവാം. സമയം പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് NDPCയിൽ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോവാം. NDPCയിലാണ്. അപ്പോൾ അഖിലിൻ്റെ വീട്ടിൽ കയറി അങ്കുശിനെ വിളിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അഖിൽ സതീഷിന്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കവലയിൽ എത്താറായി. അപ്പോൾ ക്ലയന്റ് കവലയിൽ നിൽപ്പുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അങ്കുശിനെ വിളിക്കണം. 2 ജോലിയുണ്ട് ഇനി. അപ്പം അങ്കുശിനെ വിളിച്ചിട്ട് വേണം നമുക്ക് ഷൂട്ടിന് പോകാൻ. ഇവിടെ കവലയിൽ ഇപ്പോൾ പണ്ടത്തെ കൂട്ടേ അല്ല, ഭയങ്കര തിരക്കാണ്. ഇവിടെ മൊത്തം ഡിവൈഡറും മറ്റേ പില്ലറൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇപ്പോൾ പണ്ടത്തെ ഒരു സുഖമേ പോയി. പണ്ടത്തെ ഇവിടെ ഭയങ്കര വൈബായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. ഇപ്പം ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഫുൾ തിരക്കുമാണ്, ഫുൾ ശോകം, ഭയങ്കര ശോകം. ഇങ്ങനെ ഇവിടുന്ന് തിരിയേണ്ടത് നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങിയൊക്കെയാണ് പോകേണ്ടത്. അതാണ് പ്രശ്നം. പിന്നെ ഫുൾ കട്ടറും, ഒരു രക്ഷയില്ല. വെരി ബാഡ്. 2025, 26 വരും. 26, 27 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ അടിപൊളിയാകുമായിരിക്കും. അപ്പം പിന്നെ അടിപൊളിയായിരിക്കും. പക്ഷെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊന്ന് ക്ലൈൻറ്റിൻ്റെ അവരോടത്ത് ഞാൻ ഇവിടെ SMO ഹോസ്പിറ്റലിൻ്റെ വാതിക്കാൻ നിൽക്കാൻ അവരടുത്ത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവിടെ കാണും തോന്നുന്നു. നോക്കട്ടെ. ഇവിടെ വരണം, ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ ഇങ്ങനെ കറങ്ങി വരണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പം നമുക്ക് ക്ലയൻറ്റിനെ ഒന്ന് വിളിച്ചു നോക്കാം. അവരെവിടാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവരെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അവരെവിടാന്ന് നോക്കണം. അവരോട് ഞാനിവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അവരിവിടെ കാണുന്നില്ല. നമുക്കൊന്ന് വിളിച്ചു നോക്കാം അവരെ. ഓക്കെ, ഇങ്ങോട്ട് ഒതുക്കാം അല്ലേ? ഇതാണോ എന്നൊരു ഡൗട്ട്. അതെ. ഫോട്ടോ എടുക്കാൻ ഓക്കെ. അങ്ങോട്ട് ഗ്രൗണ്ട് ഇതുവഴി വന്നാൽ മതി. ഫോളോ ചെയ്തു. ഇപ്പൊ ഗൈസ് ക്ലൈന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പം ഇവര് നമ്മുടെ വണ്ടി ഫോളോ ചെയ്ത് വരും. എന്നിട്ട് നമുക്ക് അങ്കുശിനെ വിളിക്കാം. ഒരു ബേബി ഷൂട്ടാണ്. ക്രിസ്മസ് ഷൂട്ട്. കുട്ടി ബേബി. ബേബിന്റെ കുട്ടിയല്ല, അതിന് വലുതാവും. ഗൈസ് നമ്മൾ അഖിലിന്റെ വീട്ടിലോട്ട് ചെല്ലുക. നല്ല രസമാണ് ഇവിടെ കേട്ടോ. ഇവിടെ അഖിലിന്റെ വീട്ടിൽ നിന്ന് വാതിലിൽ നിന്ന് രാവിലെ ഉണ്ടല്ലോ, അവന്റെ വീട്ടിൽ നിന്ന് വാതിലിൽ ഇരിച്ചു കഴിഞ്ഞുണ്ടല്ലോ, അടിപൊളിയ വ്യൂ ആ. കിഡില്ല വ്യൂ കേട്ടോ. ഇവിടുന്ന് ഒരു രക്ഷയില്ല. ഞങ്ങളുടെ അങ്കുശ് അവിടെ നിൽപ്പുണ്ട്. ഇവിടെ അങ്കുശ് ചൂച്ചിയുടെ ടാറ്റയെ കാണിച്ചു പോണ്ട്. ചൂച്ചി അവിടെ ഉണ്ടോ മാമച്ചൻ? ഫ്ലൈങ് കിസ് കൊടുത്തു. ചോദിച്ചാൽ സുന്ദരിയാ. നമുക്ക് അഖിൽ സതീശന്റെ അമ്മയെ കാണിച്ചു തരാമായിരുന്നു. അമ്മയ്ക്ക് എന്ത് എന്റെ ബ്ലോഗിനെ പറ്റി പറയാനുണ്ടെന്ന് നോക്കാം. എന്ത് അമ്മ പറയാനുള്ളത്? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടു. കൊള്ളാം, തുടക്കമല്ലേ? അതെ, നന്നായി വരട്ടെ. അഖിൽ സതീശനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ അഖിൽ സതീശന്റെ വീട്. അതെ, ഇവിടുന്ന് അടിപൊളിയാണ്. ഇവിടുന്ന് വാതിക്കെ ഇരുന്നിട്ടുണ്ടല്ലോ, രാവിലെ അങ്ങോട്ട് നോക്കാം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കപ്പം ഷൂട്ടിന് വേണ്ടി അങ്ങോട്ട് പോവാം. അവർ വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ അനുക്കുട്ടി ഇവിടെ അഖിലിൻ്റെ അടുത്ത് വിട്ടിട്ട് അങ്കുശിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്കുശ് എവിടെ പോയേക്കുമായിരുന്നു? അങ്കുശ് ഒരു വർക്ക് ഉണ്ടായിരുന്നു നമ്മുടെ തിരുവല്ലയില്.
ഒരു മനയിലായിരുന്നു. ആ നല്ല ക്ലൈന്റ് ആയിരുന്നു കേട്ടോ. ആണോ? നല്ല വർക്കായിരുന്നു. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അങ്ങോട്ട് പോവാം. അവന് കുറച്ചു നേരമായി വന്നിട്ട്. നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലൈന്റ് വന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഷൂട്ട് തുടങ്ങാനുള്ള പ്ലാനിലാണ്. സോ ഇതേണ്ടി ഇവിടെ കണ്ടോ, അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. വൈകുന്നേരം ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ട്. 2 സെക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെയും കളിക്കും, അപ്പുറത്തും കളിക്കും. ഇവിടെ മുതുവോളം കളിയും, അപ്പുറത്ത് മറ്റേ ഇവിടെ അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ടാണ്. വലിയ ഗ്രൗണ്ടാ. ഇവിടെ ആ മുക്കിന് മൂലയ്ക്കും എല്ലാം അവിടെ ക്രിക്കറ്റ് ഉണ്ട്. ഈ ഭാഗത്ത് ക്രിക്കറ്റ് ഉണ്ട്. ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. കുറെ പരിപാടി സെറ്റ് ചെയ്യാൻ നമുക്ക്. എനിക്കൊന്ന് നമുക്ക് വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങിയിട്ട് ക്യാമറ എല്ലാം സെറ്റ് ചെയ്യാം. അപ്പൊ അവരിപ്പോ അങ്ങോട്ട് വരും, ഒരു സ്കൂട്ടറെല്ലാം വന്നു. അപ്പൊ അവരിങ്ങോട്ട് വരും. ഇവിടുന്ന് ഇവിടുന്ന് ഭയങ്കര ആംബിയൻസ് കേട്ടോ. ഇവിടുന്ന് ഭയങ്കര ആംബിയൻസ്. ഇവിടെ വണ്ടി തിരിച്ചു തരും. എൻ്റെ ലുക്ക് കാണിച്ചുതരാം. പക്ഷേ കണ്ടോ, സുഖമാണോ? സുഖം. ഓക്കെ, രാവിലെ 5 മണിയായപ്പോ ഇറങ്ങി. ആണല്ലേ? വഴി തെറ്റിയെന്ന് ആരാണ്ട് പറഞ്ഞ്? ഗോകുലാണോ ആരാണ്ട് പറയുന്നത്? വഴിയും തെറ്റില്ല. അല്ല, രാവിലെ നേരെ പോയി അരിയസി കയറി ഒരു പൂരി കഴിച്ചു, കോഫി കഴിച്ചു. എന്താ വേണം? കൊള്ളായിരുന്നു. ഓക്കെ, നമുക്ക് ഉച്ചക്കത്തെ വർക്ക് ഉണ്ടായിരുന്നു. അതെ, അവർക്ക് നാളെ മതി. സതീഷ് വരുന്നുണ്ടോ? ഓക്കെ, അഖിൽ സതീഷിന്റെ കറുത്ത വണ്ടി ഉണ്ടോ? ക്യൂട്ട് വണ്ടി. അതെ അതിന്റെ രസം കേട്ടോ വണ്ടി കാണാൻ. അവൻ A-star അത് അതിനെ ഈ പരുവാക്കി എടുത്ത്. എങ്ങനെയുണ്ട് വണ്ടി? നല്ല വണ്ടിയല്ലേ? അച്ചൂച്ചി ബേബി അത് മാറി നിന്നേ. കാർ അടക്കല്ലേ? ക്യാമറ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എടുത്തോണ്ട് വന്നേക്കുന്നത് 85 മാത്രമേ എടുത്തോണ്ട് വന്നുള്ളൂ. കാർഡുണ്ടല്ലോ, ഫോട്ടോ എടുക്കാൻ നമുക്ക്. വാവയോട് ഫോട്ടോ എടുക്കാന്ന് പറ. വിളിക്ക് വാവയോട് ഫോട്ടോ എടുക്കാന്ന് പറ. കളിക്കണോ? കളിക്കാം. അവര് പ്രൊഫഷണൽ ടീംസാ. നമ്മള് മടല് ബാറ്റിംഗ് കൊണ്ട് കളിച്ച് ആ കളിയല്ല അവിടെ. തണുത്ത വടക്ക് ചെല്ലാൻ പറ്റത്തില്ല. അതൊന്നുമില്ല, തണുത്ത വട എന്ന് വെച്ചാൽ തണുത്ത് പെരുകിയ വട. എന്ത് ചൂട് വട. രണ്ടേ ഇങ്ങോട്ട് ഹായ് പറഞ്ഞേ. രണ്ടേ ഹായ് ചിരിച്ചേ. ഹായ് പറഞ്ഞേ. ചിരിച്ചേ. ഹായ്. എങ്ങനെ ഇങ്ങനെ ചാടും. അനുദരിയുടെ വക എല്ലായിരിക്കും. പിന്നെ ഇന്നലെ അങ്കുശിന്റെ വക, ഇന്ന് അനുദരിയുടെ, നാളെ അഖിൽ സതീഷ്. സൺ കിസ് ചെയ്യുന്നു നിന്നെ. ഞാനൊരു കിസ് കൊടുക്കട്ടെ? ആ, തിരിച്ചോട്. അഖിൽ സതീഷേ, ഇടിക്കാൻ പോവാണോ? വണ്ടി വന്നു. അപ്പൊ ഓക്കെ. വാ കൈപ്പിച്ചോ. ആ, ഇവിടെ നിന്ന് ഫോട്ടോ കണ്ടോണേ. അവിടെ നിന്നോ. ഓ, അഖിൽ സതീഷ് പുതിയ കാർ എടുക്കുന്നു. സോ അതിന്റെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അല്ലേ അഖിൽ സതീഷ്? ഏത് കാറാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, റിവീൽ ചെയ്യത്തില്ല നമ്മൾ. പക്ഷെ കാർ എടുക്കുന്നുണ്ട് അടുത്ത മാസം അഖിൽ സതീഷ്. ഒന്നുകൂടെ കാണിച്ചേ. അഖിൽ സതീഷിന്റെ ടെസ്റ്റ് ഡ്രൈവിനുള്ള വണ്ടി വന്നിരിക്കുന്നു. നമുക്ക് ഇവിടെ ഭയങ്കര വ്യൂ ആടാ. ഇവിടെ റീലോ ഞാനെന്തോ കണ്ടായിരുന്നു. റീലാന്ന് തോന്നുന്നു, കുറച്ച് വൈറലായിരുന്നു. അതിനകത്ത് ആ കൊച്ചിന്റെ മാമൻ ഇങ്ങനെ കാണിക്കുന്നത്. അതൊന്ന് കാണിച്ചേ, ഒന്ന്. പക്ഷെ വീഡിയോക്കകത്തുണ്ട്. കോപ്പിറൈറ്റ് അടിക്കും അങ്ങനെ. അത് വേറെ വൈറലായ വീഡിയോ. ഞാനത് ആണ് കാണിച്ചാൽ പോകുന്ന കാണിച്ചു.
അയ്യേ. അഖിൽ സതീഷ് എന്തെടാ? ചൂച്ചി കം കം. അങ്കുഷ് ചേട്ടൻ്റെ കൂടെ ഓടിക്കോ? അങ്കുഷ് മാമേന്റെ കൂടെ ഓടിക്കോ? റെഡി 1 2 3 സ്റ്റാർട്ട്. രണ്ട് കൊച്ചു പിള്ളേർ കിടന്ന് കളിക്കുന്നുണ്ട. ഇത് മുതുക്കുണ്ട്. ഇതൊരു മുതുക്കാണ്. കൊച്ചിന്റെ കൂടെ കിടന്ന് ഓടുന്നുണ്ട. കണ്ടോ നിനക്ക് എത്ര വയസ്സുണ്ടടി? 19. ഇങ്ങോട്ട് നോക്കിക്കേ. നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ കോളേജിലാണ് പഠിക്കുന്നത്. ഏത് കോളേജ്? പ്രൂഫ് കാണിക്കുന്നേ. പ്രൂഫ് കാണിച്ചേ നോക്കട്ടെ. 18 വയസ്സ് 19 വയസ്സ്. ഇങ്ങോട്ട് നോക്കിയാ. ഇങ്ങോട്ട് സ്ട്രെയിറ്റ് നോക്ക്. ഗൈസ് നിങ്ങൾ പറ ഇവക്ക് 19 വയസ്സുണ്ടോ? ഹലോ പറ അതിനകത്ത് ഹലോ പറ. ഹലോ സുഖമാണെന്ന് ചോദിച്ചു. ഷൂട്ട് കഴിഞ്ഞു. ക്ലൈന്റ് പോയി. അവർ ഹാപ്പിയാണ്. സാധനമൊക്കെ കിട്ടി. നൈസ് ഫോട്ടോസ് ആയിരുന്നു. കുഞ്ഞ് അടിപൊളി കോപ്പറേറ്റീവ് ആയതുകൊണ്ട് പിന്നെ അടിപൊളിയായിരുന്നു. വേറൊരു പരിപാടി നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഇത് കണ്ടോ. അപ്പോൾ ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ തീരുന്നു. അപ്പം അടുത്ത ദിവസം വേറൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വെക്കുക. ഓക്കെ, ബൈ.